ഹലോ. ഇപ്പോൾ സമയം 10:45 കേട്ടോ. ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ ക്ലൈമറ്റ് കാണണ്ടേ, നോക്കിയേ, എന്തൊരു മഞ്ഞാണെന്നറിയോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ നേരെ അറിയാൻ പറ്റും കേട്ടോ. പൊതുവെ ഇങ്ങനെ ഈ ഒരു ടൈമിൽ മഞ്ഞ് ഉണ്ടാവാറില്ല, പക്ഷേ ഇപ്പോൾ ഡിസംബർ ടൈമല്ലേ, അതുകൊണ്ടായിരിക്കാം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊന്ന് തൊടിയിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. റബ്ബർ തൊട്ടിയിൽ ടാപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ചിരട്ടയിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ചിരട്ടയിലെ വെള്ളമൊക്കെ കളഞ്ഞ് അത് ചെരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെയും മഴ വന്നു എന്ന് പറഞ്ഞാൽ വെള്ളം കയറണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കളഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ റബ്ബർ വെട്ടുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ പാല് മിക്സായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണം. മരമൊക്കെ കണ്ടോ നന്നായി നനഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ, വന്ന ജോലി കഴിഞ്ഞു. പിന്നെ ഒന്ന് പശുവിന് മാറ്റിക്കെട്ടാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിലൂടെ വേണം പോകാൻ കേട്ടോ. ഈ മഴ ടൈം അല്ലാത്തതുകൊണ്ട് കേട്ടോ അതിൽ വെള്ളം കുറവ്. മഴ സമയത്തൊക്കെ ഇത് ഫുള്ളായിരിക്കും കേട്ടോ വെള്ളം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അതേപോലെ സൈഡിലൊരു തേനീച്ചക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനെ കണ്ട് പേടിച്ച് പഠിച്ചിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പശുവിനെ നോക്കുമ്പോൾ ആ ഒരു മഞ്ഞിൻ്റെ ടൈം ആയത് കാരണം കൊണ്ട് തോന്നുന്നു എല്ലാം നല്ല കിടത്തുമായിരുന്നു കേട്ടോ. പിന്നെ അതിനെയൊക്കെ ഒന്ന് മാറ്റിക്കെട്ടി സേഫാക്കി വിട്ടു കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വീട്ടിൽ തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുള്ള് പൊന്തയും ഒക്കെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ പശുവിനൊക്കെ മാറ്റിക്കെട്ടി കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ആ തേനീച്ചക്കൂട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്